അപ്പോൾ ഇന്ന് അച്ഛനും മോനും കൂടിയിട്ട് അംഗൻവാടിയിൽ ബൈക്കിലാണേ പോകുന്നത്. അപ്പം ബൈക്ക് പോകുന്ന സന്തോഷം ആളെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് ടാറ്റയിലും പറഞ്ഞ് വൈകുന്നേരം ഇത് പിന്നെ നമ്മൾ പൈൻകുറ്റി മലയിൽ പോയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ഷോപ്പ് കയറിയിട്ട് ആൾ മഞ്ചും മൈസൂർ പാക്കെല്ലാം വാങ്ങി. മൈസൂർ പാക്ക് എനിക്കും മഞ്ച് ഓനും വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ നേരെ പൈൻകുറ്റി മലയിലേക്ക് എത്തി. പൈൻകുറ്റി മലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും പറശ്ശിനിലേക്ക് പോകുന്നൊരു ഫീലിങ്ങാണ്. കാരണം ഇങ്ങനെ എന്നാൽ വളവും കയറ്റവും എല്ലാം ആയിട്ട് ശരിക്കും ഒരു പറശ്ശിനിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാകും നമുക്ക്. അങ്ങനെ പൈൻകുറ്റി മലയിലേക്ക് എത്തി. നമ്മളിങ്ങനെ എന്താ പറയുക, എത്തുമ്പോഴേക്ക് ആരും ഉണ്ടായിട്ടില്ല. നല്ല എന്നാ ഇവന് വിശാലമായിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്നാ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓരോ കുരുത്തക്കേട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നുമുണ്ട്. അടുത്തത് ആശാൻ ഒരു പൈപ്പ് എടുത്തിട്ട് എന്നാ പൈപ്പിലേക്ക് കുത്താനാണ് നോക്കുന്നത്. ചെറിയൊരു പൈപ്പ് എടുത്തിട്ട് വലിയ പൈപ്പിലേക്ക് കുത്താനാണ് ഇങ്ങനെ നോക്കുന്നത്. എനിക്കാണെങ്കിൽ പേടിയാണ്, ഈശ്വര അതാറ്റം പൊട്ടിപ്പോന്നുള്ളൊരിത്. പിന്നെ അവസാനം ഊതുവെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒന്നും കൂടി കുത്താൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ ആവൊന്നുമില്ലേ, പൊട്ടിപ്പോന്നെല്ലാം പറഞ്ഞിട്ട് അവനങ്ങനെ പേടിപ്പിച്ചു ഞാൻ. എന്നോട് പറഞ്ഞു എന്നാൽ നമുക്ക് ആ ഹോള് പോലത്തെ അവിടെ പോയാലേ. അവന് വേണ്ട, അവിടെ നായെല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷയം മാറ്റി. അല്ലേ പിന്നെ അവിടെ പോയിട്ട് ഒളിച്ചുകളി കളിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിഷയം മാറ്റിയത്. അതിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അച്ഛൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അച്ഛനോട് പറഞ്ഞു ഞാനും കയറുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങോട്ടേക്ക് എൻ്റെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടൂലല്ലോ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു വേണ്ട കയറണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു എന്നാൽ ഞാൻ കയറുന്നൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ്. പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ പോയാൽ, നല്ലൊരു കാറ്റും അങ്ങനെയല്ല. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോയി തൊഴുവെല്ലാം ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൊത്തം കാട് പോലെ, അതിൻ്റെ നടുക്ക് ഒരു തപ്പൻ്റെ ഒരു അമ്പലം. അങ്ങനെ മോനിങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മേ നായെല്ലാം ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഏട്ടൻ പോയിട്ട് തൊഴുത് അന്നേരം ഇവൻ പറയുന്നുണ്ട് നായിനെ നോക്കാം അമ്മയെന്നെല്ലാം പറയുന്നുണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത പോലെ ഇവനിങ്ങനെ ഓരോ കുരുത്തക്കെട്ട് കളിക്കുന്നുണ്ടല്ലോ, ഒളിച്ച് കളിയും വെള്ളത്തോണ്ട് കളിക്കും, അങ്ങനെ ഓരോന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്ന എവിടെ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്ന. പിന്നെ അതിൻ്റെ കുരുത്തക്കേട് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് കുറച്ചേ ഇതിലിങ്ങനെ കൊടുത്തിട്ടുള്ളേ. പിന്നെ സ്പൈഡർമാൻ എന്നെല്ലാം മാറ്റി ഇങ്ങനെ ഇതാക്കുന്നെല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്നിട്ട് വരുമ്പോൾ ഏട്ടൻ എടുത്ത വീഡിയോ ഞാനിങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതാ ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നിട്ടെല്ലാം വരുന്നത്. ഞാനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, എവിടെയാണ് പോയിട്ട് ഒളിക്കേണ്ടതെന്നല്ല ഞാനിങ്ങനെ നോക്കുന്നത്. അങ്ങനെ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സൂര്യൻ അങ്ങ് മടങ്ങുന്ന സൺസെറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ലൊരു രസമല്ലേ, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമ്പം നമുക്കുണ്ടല്ലോ തട്ടുകടയിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കൽ. അപ്പം മുട്ടയും പത്തിലാന്ന് കഴിച്ചത്, പക്ഷേ മോൻ കഴിച്ചിട്ടില്ല, എരിയെന്നെല്ലാം പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അങ്ങനെ അവനൊരു പഴംപൊരി വാങ്ങിക്കൊടുത്ത് അവൻ ആ പഴംപൊരിയും ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആശാൻ ഈ കരയുന്നത് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ്. അച്ഛനാണെങ്കിൽ കൂട്ടിയിട്ടുമില്ല. അപ്പം ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അവന് ദേഷ്യവും പിടിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്ത ഫോട്ടോയും പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ രണ്ടും കാണുമ്പോൾ ഒരേപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.